ഇന്ന് ഒ പി ഡിയിൽ 6 തവണ നീറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി വന്നു. ഇതിപ്പോൾ 8ാമത്തെ വർഷമാണ് ഒരേ NCERTയും ഒരേ ഡ്രീമും കൊണ്ട് കുട്ടി ഇരിക്കുന്നത്. ആങ്സൈറ്റീസിൻ്റെ സിംറ്റംസും ഉറക്കക്കുറവായിരുന്നു കുട്ടിയുടെ കംപ്ലയിൻറ്റ്സ്. ഹായ്, ഞാൻ ഡോക്ടർ വൈഷ്ണവി, നിംഹാൻസിലെ MD സൈക്കാട്രി റെസിഡൻസി ചെയ്യുന്നു. ആഗ്രഹിച്ചതിനേക്കാളും നല്ല റാങ്കും നല്ല കോളേജും ഒക്കെ കിട്ടിയ ഒരുപാട് ആസ്പിറൻസിന് മെൻറ്റർഷിപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴാണ് ഇതിൻ്റെ വേറെ ഒരു ഡാർക്ക് സൈഡ് ഞാൻ കാണാൻ തുടങ്ങിയത് ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ. ആ കുട്ടിയിൽ ഞാൻ കണ്ടത് കോഗ്നിറ്റീവ് ഫെറ്റിക് ആയിരുന്നു. അതായത് നമ്മുടെ ബ്രെയിൻ ഒരു മെഷീനല്ല. റിവാർഡ് കിട്ടാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾക്ക് വേറെ ഒന്നും ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടില്ല. പിന്നെ ആ കുട്ടിയിൽ ഐഡൻറ്റിറ്റി ലോസ് ഉണ്ടായിരുന്നു. ഞാൻ നീറ്റ് എക്സാം ആണ്, ഞാനാണ് നീറ്റ്. ഒരുപാട് ഫ്രണ്ട്സും ഹോബീസും ഉള്ള ഒരു കുട്ടിയുടെ ലൈഫ് MCQയിൽ മാത്രം ചുരുങ്ങിപ്പോയി. കുട്ടി പോകെ പോകെ എല്ലാവരെയും അവോയ്ഡ് ചെയ്ത് തുടങ്ങി, ഒരു ഐസൊലേഷനിൽ ജീവിക്കാൻ തുടങ്ങി. കാരണം ആരെ കണ്ടാലും താൻ ഇതിൽ നീറ്റ് ക്ലിയർ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ഗിൽട്ടാണ് കുട്ടിയിൽ ഉണ്ടായി വന്നത്. ഒരു നീഡ് ഫോർ പെർഫെക്ഷനിസം പിന്നീട് ഉണ്ടായി വരും. അതായത് നമ്മൾ എത്ര പഠിച്ചാലും ഇനിയും പഠിക്കണം എന്നുള്ള തോന്നൽ. പിന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് വരെ വല്ലാണ്ട് നമ്മളെ ആങ്ഷ്യസ് ആക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ പറയുക. ചിലപ്പോൾ ഈ അവസ്ഥയിലൂടെ പോകുന്ന ഏതെങ്കിലും കുട്ടികൾ പ്രോപ്പർ ഹെൽപ്പ് തേടി ഈ ഒരു ലൂപ്പിൽ നിന്നും രക്ഷപ്പെട്ടാലോ.